ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്ലാസ് 9 ഫിസിക്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് വേണ്ടി റിവിഷൻ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കഴിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ചാപ്റ്റർ പഠിക്കണം കേട്ടോ. കാരണം അതിൽ നിന്നുള്ള കാൽക്കുലേഷൻസും അതിൽ നിന്നുള്ള ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങൾ ആ ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വി ആർ ഡിസ്കസിങ് 3 ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് വീഡിയോ. സോ കം ഓൺ, ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഈ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക്, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എഴുതിയ ഓണപരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ റീജിയൻസ് ഓഫ് ദ ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ദ ഫോളോയിങ്. ഓക്കെ, 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, യൂണിഫോം വെലോസിറ്റി അതുപോലെ തന്നെ റിട്ടാർഡേഷൻ. ഓക്കെ, സമപ്രവേഗവും അതുപോലെ തന്നെ മന്ദീകരണവും അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എടാ മക്കളെ, ഈ ഗ്രാഫ് നോക്കിയേ, പലർക്കും ഗ്രാഫ് പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ എന്താണ് സംഭവം? ഇവിടെ വെലോസിറ്റിയും അതുപോലെ തന്നെ സമയവും തമ്മിലുള്ള ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, പ്രവേഗവും സമയവും തമ്മിൽ. അപ്പോൾ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് 1, 2, 3, 4, 5, 6 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ പ്രവേഗം കൊടുത്തിട്ടുണ്ട് 10, 20, 30, 40, 50 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താ സംഭവം? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ 0 സെക്കൻഡിൽ ഈ ഒരു വണ്ടി പോയതാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു വാഹനം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഭവിച്ചത് ഇത്രയാണ്, 0 സെക്കൻഡിൽ 0 തന്നെയാണ് അതിന്റെ വെലോസിറ്റി. ഓക്കെ, ഇനി 1ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് കൂടി? യെസ്, 10 ആയിട്ട് കൂടി. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? 10 ആയിട്ട് കൂടി. ഇനി 2ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി? 20 ആയിട്ട് കൂടി. ഇനി 3ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി? 30 ആയി. ഇനി 4ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി? യെസ്, 50 ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രാജുവലി കൂടിയാണ് പോകുന്നതെന്ന് അർത്ഥം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. 10 ആയി, 20 ആയി, 30 ആയി, 40 ആയി, 50 ആയി. അതാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി സമയ ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഓക്കെ, പ്രവേഗ സമയ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥാക്കുന്നത്? യെസ്, സ്പീഡ് ഇങ്ങനെ, വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, അത്രയും കാര്യം പിടികിട്ടിയോ? യെസ്, ക്ലിയർ ആണ്. ഇനി ഇങ്ങനെ കൂടി വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഓൾറെഡി എന്തെത്തി? 50ലേക്ക് എത്തി അല്ലെ. പിന്നെ ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? കുറച്ച് സമയം കഴിഞ്ഞു, 5ാമത്തെ സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 50 തന്നെയായി അല്ലടാ. യെസ്, ഇനി 6ാമത്തെ സെക്കൻഡ് ആയപ്പോൾ വീണ്ടും 50 തന്നെ, 7ാമത്തെ സെക്കൻഡ് ആയപ്പോൾ 50 തന്നെ, 8ാമത്തെ സെക്കൻഡ് ആയപ്പോഴും 50 തന്നെ. എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി സെയിം അല്ലേ? യെസ്, സെയിം ആണ്. അപ്പൊ അങ്ങനെ സെയിം ആയിട്ട് വരുന്ന വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേര് യെസ്, യൂണിഫോം വെലോസിറ്റി എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ ഈ ഗ്രാഫിൽ ഏതാണ് യൂണിഫോം വെലോസിറ്റി എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ യൂണിഫോം വെലോസിറ്റി? യെസ്, ഇവിടെ AB എന്ന് പറയുന്ന ഭാഗമാണ് എന്ത്? യൂണിഫോം വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം, ഇതെന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, യൂണിഫോം വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം, AB എന്ന് പറഞ്ഞ ഭാഗമാണ് ഏത്? യൂണിഫോം വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ നോക്കൂ, റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷനാണ് റിട്ടാർഡേഷൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സ്പീഡ് പതിയെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കൂ, ഞാൻ ഈ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആദ്യമേ എന്ത് സംഭവിച്ചു? സ്പീഡ് ഇങ്ങനെ കൂടി വന്നു, പിന്നെ സെയിം സ്പീഡിൽ ഇങ്ങനെ പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സ്പീഡ് കുറഞ്ഞു വന്നു. ദാറ്റ് മീൻസ് ആ ഒരു വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ ആദ്യം ആക്സിലേറ്റർ കൊടുത്തു, ഡൂന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ സെയിം സ്പീഡിൽ തന്നെ പോയി, സെയിം കണ്ടിന്യൂസ്ലി 50 തന്നെ പോയി. പിന്നെ എന്ത് സംഭവിച്ചത്? ഈ പറഞ്ഞ സ്പീഡ് കുറച്ചത്. ഓക്കെ, ബ്രേക്ക് ചവിട്ടിയപ്പോൾ സ്പീഡ് കുറഞ്ഞു ആണല്ലോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? റിട്ടാർഡേഷൻ കിട്ടുക. കാരണം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്പീഡ് എവിടെയാണോ കുറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ എവിടെയാണ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുക. അപ്പോൾ മക്കളെ ഇവിടെ ഇവിടെ റിട്ടാർഡേഷൻ ഏത് ഭാഗമാണ്? യെസ്, B മുതൽ C വരെ. അപ്പോൾ B മുതൽ C വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിട്ടാർഡേഷൻ എന്ന് പറയുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോണം, ഏതാണ് നമ്മൾ എഴുതേണ്ടത്? യെസ്, ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ AB ആണ്, അതുപോലെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? BC ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ? യെസ്. അപ്പോൾ എത്ര മാർക്ക് നമുക്ക് കിട്ടി? 2 മാർക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? യെസ്, കുറച്ച് സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ മാച്ചിങ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് മാൻഡേറ്ററി, കോഷണറി, ഇൻഫർമേറ്ററി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, മാൻഡേറ്ററി, കോഷണറി, ഇൻഫർമേറ്ററിയിൽ നിന്ന് ഷുവറാണ്, 100% ഷുവറാണ് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത.
ഓക്കെ, യെസ്. അപ്പോൾ അതായത് ചിഹ്നം തന്നിട്ട് ചോദിക്കാനുള്ള സാധ്യത, ഇനി അഥവാ വന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടരുത്, ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ എന്താണ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? നാരോ ബ്രിഡ്ജാണ് അല്ലേ? എന്താണ്? നാരോ ബ്രിഡ്ജാണ്. ഇനി ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഏതാണ്? യെസ്, റെസ്റ്റോറൻ്റ് ആണ് അല്ലേ? മന്തിയൊക്കെ കഴിക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലാണ്. യെസ്, അപ്പോൾ ഈ ഒരു ചിഹ്നം ഒരിക്കലും മറക്കരുത്. ഇതെന്താണ്? റെസ്റ്റോറൻ്റ് ആണ്. ഇനി പി ഇട്ടിട്ട് നിങ്ങൾ ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? യെസ്, നോ പാർക്കിംഗ് ആണ്. അപ്പോൾ ഈ ചിഹ്നങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ഈ ചിഹ്നം എന്ന് പറയുന്നത് ഏതാണ്? നാരോ ബ്രിഡ്ജ് ആണ്. ഇനി അതുപോലെ അടുത്തത് റെസ്റ്റോറൻ്റ് ആണ്, അതുപോലെ തന്നെ നോ പാർക്കിംഗ് ആണ്. ഈ ചിഹ്നങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതൊക്കെയാണ് മാൻഡേറ്ററി, ഏതൊക്കെയാണ് കോഷണറി, ഏതൊക്കെയാണ് ഇൻഫർമേറ്ററി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു ഇൻഫർമേഷൻ ആണ് അല്ലേ? ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇൻഫർമേറ്ററിയിൽ പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഏതാണ്? യെസ്, റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഫർമേറ്ററി ആണ്. ഇൻഫർമേറ്ററി. ഇനി അതുപോലെ നോ പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ ഒബേ ചെയ്യേണ്ടതാണ്, നമ്മൾ പാലിക്കേണ്ട ഒരു നിയമമാണ് എന്ത്? നോ പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ട്രിക്ട്ലി എന്താണ്? നമ്മൾ പാലിക്കേണ്ട നിയമമായതുകൊണ്ട് അതിനെ നമ്മൾ മാൻഡേറ്ററി സിഗ്നൽസ് എന്ന് പറയും, അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻസ് എന്ന് പറയും. അപ്പോൾ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതണം. നോ പാർക്കിംഗ് എന്നത് മാൻഡേറ്ററി സിഗ്നൽസ് അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻ ആണ്. ഇനി മറ്റേത് നിങ്ങൾക്കറിയാലോ, കോഷണറി ആണ്, ഒരു വാണിംഗ് ആണ് അല്ലെ? നിങ്ങളുടെ മുമ്പിൽ ഒരു പാലമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു നാരോ ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു കോഷൻ ആണ്. ഓക്കെ, ഒരു കോഷൻ ആണ്. അപ്പോൾ കോഷണറി സിമ്പൽ അല്ലെങ്കിൽ കോഷണറി സൈൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ബോക്സ് വരച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ മാൻഡേറ്ററിയുടെ നേരെ ആ ഒരു ചിഹ്നം വരയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പേരും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, യെസ്. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസേ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിഹ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടതും അതിൽ മാൻഡേറ്ററി, കോഷണറി, അതുപോലെ തന്നെ ഏതാണ് ഇൻഫർമേറ്ററി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ടോപ്പിക്സ് ആണ് നിങ്ങൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? യെസ്, ബേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. The velocity of the body increases from 4 meter per second to 10 meter per second. അതായത് ഒരു വസ്തു ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു. ഈ ഒരു വസ്തുവിൻ്റെ എത്രയാണ്? വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്, ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. അടുത്ത സെൻറ്റൻസിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഇൻ ദിസ് ടൈം ഇൻ്റർവെൽ ഈസ് 7 മീറ്റർ. അതായത് ഇങ്ങനെ ഈ പറഞ്ഞ ബോള്, ഇതൊരു ബോളാണ്. ഈ ഒരു ബോൾ എന്ത് ചെയ്തു? യെസ്, ഇവിടേക്ക് എത്തി. അപ്പോൾ 4-ൽ നിന്ന് 10-ലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? യെസ്, 7 മീറ്റർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ അവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, 7 മീറ്റർ ആണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 4 കിട്ടി. അവസാനത്തെ വെലോസിറ്റി v എന്ന് പറയുന്നത് 10 കിട്ടി. ഓക്കെ, ഇനി അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ സ്ഥാനാന്തരം അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 7 മീറ്റർ കിട്ടി. ഇത്രയും കാര്യം നിങ്ങൾക്ക് കിട്ടിയോ? യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? യെസ്, യു എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി. ഈ ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആക്സലറേഷൻ കാണാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വിയും യുവും ഉണ്ട്, പക്ഷേ ടീനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെ? ഇവിടെ എസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ 3 ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ട്. ആ 3 ഇക്വേഷനും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, ഏതൊക്കെ ഇക്വേഷൻ പഠിച്ചത്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതുപോലെ തന്നെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഇക്വേഷൻസിൽ ഏത് ഇക്വേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ളത് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഏത് ഇക്വേഷനിലാണ്. യെസ്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് തന്നിട്ടുള്ള വാല്യൂസ്. നോക്കൂ, ഇവിടെ യു ഉണ്ട് അല്ലേ? ഈ ഇക്വേഷനിലും യു ഉണ്ട്. ഇനി ഇവിടെ വി ഉണ്ട്, ഈ ഇക്വേഷനിലും വി ഉണ്ട്.
ഇനി എസ് ഉണ്ട്, ഈ ഇവിടെയും എസ് ഉണ്ട്. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് അറിയാത്ത ഒറ്റ ടേമേ ഉള്ളൂ, അത് ആക്സലറേഷൻ ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ശ്രദ്ധിക്കൂ, വി എന്ന് പറയുന്നത് എത്രയാണെടാ? 10. അപ്പോൾ 10 സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ വരും. ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് എ എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എ ഇൻറ്റു എസിന് പകരം 7 എന്ന് കൊടുക്കുക. അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഈക്വൽ ടു, ഇനി യു സ്ക്വയറിന് പകരം നമ്മൾ 4 സ്ക്വയർ അല്ലേടാ കൊടുത്തേ, ഇത് 4 ആണ്, യു അല്ലേ 4 സ്ക്വയർ ആണ്. അപ്പോൾ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. പ്ലസ് ഇനി 2 ഇൻറ്റു എ ഇൻറ്റു 7. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 14A ആണ് അല്ലേ, 14A ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ പ്ലസ് 16 ആണ് അല്ലേ, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് 16 ആയിട്ട് അല്ലേ, -16 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. 14A എന്ന് പറയുന്നത് 100 - 16 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 14A എന്ന് പറയുന്നത് എത്രയാണ് വരിക? നിങ്ങൾ തന്നെ നോക്കൂ, ഇവിടെ 100-ൽ നിന്ന് 10 പോയാൽ 90, 90-ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 84 ആണ് വരിക. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എന്താണ്? 84/14 എന്ന് കിട്ടും. ഈ 84/14 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? യെസ്, ഇത് നിങ്ങൾ നോക്കി നോക്കൂ. 14 ഇൻറ്റു എത്ര ചെയ്യണം? 6 ചെയ്ത് നോക്കൂ. 6 4s are 24 അല്ലെ, 1 6 are 6, 84 വരും. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 6 എന്നാണ് കിട്ടുക. ഓക്കെ, 6 m/s² എന്നാണ് ഫൈനലി നമുക്ക് ആക്സലറേഷൻ കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഈ പറഞ്ഞ സ്റ്റെപ്പ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു. 14A ഈക്വൽ ടു എന്ത് വന്നു? ഇത് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു 84 ആണ്. ഓക്കെ, അവിടെ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇൻറ്റു 14 അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് എന്തായിട്ട് മാറി? ഡിവൈഡഡ് ബൈ 14 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത്? 6 m/s² എന്ന് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ആക്സലറേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആക്സലറേഷൻ എത്രയാണ്? 6 m/s² ആണ്. ഓക്കെ, 6 m/s² ആണ്. ഇനി അടുത്തത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ ദ 8th സെക്കൻഡ്. 8ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S = ut + ½ at² ആണ് അല്ലേ. ഓക്കെ, ഇവിടെ യുവിൻ്റെയും ടിൻ്റെയും വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് എഴുതുക. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു 8ാമത്തെ സെക്കൻഡിലാണ് വേണ്ടത്. ഓക്കെ, 8th സെക്കൻഡിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. സമയം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെക്കൻഡിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ വാല്യൂസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. യെസ്, യു എന്ന് പറഞ്ഞാൽ എത്രയാണടാ മക്കളെ നമ്മൾ എടുത്തത്? യു എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു, ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എഴുതാണ്. S = 4 ഇൻറ്റു ടിക്ക് പകരം നമ്മൾ ഇനി കൊടുക്കുന്നത് 8 സെക്കൻഡ് എന്നാണ്. ഓക്കെ, കാരണം നമുക്ക് 8ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടേ. അപ്പം 4 ഇൻറ്റു 8 പ്ലസ് ½ ഇൻറ്റു എക്ക് പകരം ഇനി എന്താ കൊടുക്കേണ്ടത്? എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 6 m/s² ആണ്. അപ്പോൾ 6 ഇൻറ്റു ടി സ്ക്വയറിന് പകരം ഇനി 8 സ്ക്വയർ കൊടുത്താൽ മതി. ടി എന്ന് പറഞ്ഞാൽ 8 ആണ്, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ 8 സ്ക്വയർ എന്ന് കൊടുത്തു. ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യൂ. യെസ്, 4 ഇൻറ്റു 8 അല്ലെ, 3 8 24, 4 8 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 32 പ്ലസ് ½ ഇൻറ്റു 6 ഇൻറ്റു 8 സ്ക്വയർ എത്രയാടാ? യെസ്, എല്ലാവരും പറഞ്ഞു എത്രയാണ്? 64 ആണ്. ഇനി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 32 പ്ലസ് ½ ഇൻറ്റു 64 ഇൻറ്റു 6 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് 2 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഈ 2ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ? യെസ്, ഇവിടെ 3 വരും അല്ലേ. ഇനി 3 ഇൻറ്റു 64 എന്ന് പറയുമ്പോൾ സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. 4 3s are 12, ബാക്കി 6 3s are 18, 19 വരും അല്ലേ. 192 വരും. ഓക്കെ, ഇത് ചെയ്ത് നോക്കണേ നിങ്ങൾ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 192 വരും. അപ്പോൾ 192ഉം 32ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, ഇവിടെ 12ഉം 224 കിട്ടും. ഓക്കെ, അപ്പോൾ 224 നമുക്ക് എന്ത് കിട്ടുക? 224 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് കിട്ടുന്നത്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എസിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇത്തവണയും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 224 മീറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പ്രോബ്ലംസ് സ്പെഷ്യലായിട്ട്
എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ടോപ്പിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ 3 ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.